ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. നെയ്മീൻ കുറുകെ അരിഞ്ഞെടുത്തതാണ്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളിക്ക് അത് കുറുകെ മുറിച്ചെടുത്തതാണ്. പിന്നെ തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. 2 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. ഒരു 3 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്താണ്. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഒരു നാരങ്ങ പിഴിഞ്ഞെടുത്തുകൊണ്ട് അത് ഏകദേശം 2 ടീസ്പൂൺ കാണും. ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, ഗരം മസാല ഒരു 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു മീഡിയം സവാള 2 ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അതൊരു ശകലം ഉപ്പിട്ടിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു 10-20 മിനിറ്റ് നമുക്കൊന്ന് അനക്കാതെ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ രണ്ടായിട്ട് എടുക്കാം. ഇതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഈ മീൻ ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട, നമുക്ക് കറിക്കകത്ത് കിടന്ന് വേവേണ്ടതുമാണ്. ഇത് പൊടിയാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുന്നതാണ്. നമ്മുടെ മീൻ പകുതി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിന് വാങ്ങി വെക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്കെടുക്കാം. ബാക്കി മീനോട് നമുക്ക് ഫ്രൈ ചെയ്ത് ഇതുപോലെ എടുക്കാം. ഞാൻ അടുത്തായിട്ട് നമുക്കൊരു അതിൻ്റെ മസാല ഉണ്ടാക്കാം. ഞാൻ സ്റ്റൗ കത്തിച്ചു, പാത്രം അടുപ്പ് വെച്ചു, എണ്ണ ഒഴിച്ചു. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് ചൂടായി വരട്ടെ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്കിനി അടുത്ത് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാള ഇട്ടതിന് ശേഷം ഒരല്പം ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒത്തിരി അങ്ങ് സവാള അങ്ങ് മൂത്ത് പോകണ്ട, നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ ഉലുവ, ഗരം മസാല, ഇതെല്ലാം കൂടെ നമുക്കിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കാം. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ച് നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കാം. സവാളയും മസാലയും തേങ്ങാപ്പാലും എല്ലാം കൂടി ഞാൻ 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇടുക. നമ്മുടെ ഈ മീനിൻ്റെ പുളി എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. തക്കാളി ശകലം നമ്മൾ നാരങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിനകത്തിലേക്ക് ഇടാം. ഇളക്കരുത്, പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് കറക്കി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്കൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മളിത് 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഫിഷൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്താണ്. അതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിൽ ബാക്കിയുള്ള നാരങ്ങ നീരോട് ഒഴിക്കാം. ഒരല്പം പുളിയോടെ അതിനകത്തിൽ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. ഇനി നമുക്ക്
നമ്മുടെ ഒന്നാം പാൽ അതിനകത്തൊഴിക്കുക. ഒന്നാം പാലും ഇനി ബാക്കിയുള്ള കറിവേപ്പില അവസാനമുള്ള കുറച്ച് കറിവേപ്പില ഇട്ട് ഇപ്പോൾ ലാസ്റ്റ് നമുക്കൊരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇടും. ഒന്ന് ഇതിൻ്റെ പുറത്തൊന്ന് ഒഴിക്കുക. നല്ല ഒരു ഫ്ലേവർ കിട്ടും. ഒന്നുകൂടെ നമുക്കത് കറക്കിയെടുക്കാം. ഇനി നമുക്കധികം തിളയ്ക്കണ്ട. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം തിളയ്ക്കണ്ട. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്.